ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലൊരു സൽക്കാരത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ മൂത്തമ്മൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് ഒന്ന് സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ സൽക്കാരമൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ചെറിയൊരു സൽക്കാരം, നമ്മൾ വീട്ടുകാർ മാത്രം തമ്മിലുള്ള ഒരു സൽക്കാരമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു റെസിപ്പി വീഡിയോ കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കിയെടുത്തത് എൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഉമ്മേൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 3 കിലോ വെജിറ്റബിൾ ബിരിയാണിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് കാര്യമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓൾറെഡി ഈ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കുന്നത് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്തു എന്നുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ സവാള നല്ലപോലെ വഴറ്റിയിട്ടെടുക്കണം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്തിട്ട് ഈ സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ 3 കിലോ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ തീ കത്തിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സവാള നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർത്തെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളൊരു പേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ശേഷം ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ കല്ലുപ്പാണ് ഇവിടെ അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത്. പൊടി ഉപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കല്ലുപ്പ് ചേർത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണിയിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അതിന് പകരം നമ്മൾ കുരുമുളക് പൊടിയാണ് ഇവിടെ ചേർത്തെടുക്കുന്നത്. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി ഇതിലേക്കുള്ളൊരു മസാല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെയാണ് ഇതിലേക്ക് ആഡ് ആക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രീൻ ബീൻസ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസും അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്രീൻ ബീൻസ് ഉരുളക്കിഴങ്ങ് അതുപോലെ കോളിഫ്ലവർ പിന്നെ കുറച്ച് ക്യാരറ്റും, ഇത്രയും വെജിറ്റബിൾസാണ് ഈ ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത് തൈരാണ്. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ചേർത്തെടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ചേർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ പുതിനയിലും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു മസാല വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് മതി ഈ ഒരു മസാല വേവാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ മസാല ഒക്കെ നല്ലപോലെ കുക്കായി വന്നപ്പോൾ നമ്മളിതിലേക്ക് റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ഗരം മസാലയും അതുപോലെ കുറച്ച് നെയ്യും പിന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വീണ്ടും നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നെയ്യും കൂടെ ആഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി. നമ്മളത് ദമ്മിടാൻ പോവുകയാണ്. ദമ്മിടുമ്പോൾ അതിന് മുന്നേ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്തെടുത്തതിന് ശേഷം നമ്മളിത് ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കനൽ വെച്ചിട്ട് നല്ലപോലെ അടച്ചു വെച്ചതിന് ശേഷം കനൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആണ് ദമ്മിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബീഫാണ്. ബീഫ് വരട്ടിയതും പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചിക്കൻ കടായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കടായി. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇത് അനിയത്തിൻ്റെ മോനാണ്. അവനിങ്ങനെ ഓരോ കുറുമ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ടൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരുന്നു. അപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ഫസ്റ്റ് ആണുങ്ങളാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ അവർ കുറച്ച് പേര് ഇരുന്നു, ഓരോരുത്തരായിട്ട് ഇരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കമൻറ്റ്സ് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും ഒരു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ വ്ളോഗായിട്ടൊക്കെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.